മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ച രീതി അമിത്ഷായുടെ പ്രേതം പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് മാറിയിരിക്കുന്നു. സാധാരണ രീതിയിൽ കുറേ കൂടി അസർട്ടീവായി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. പ്രസംഗിക്കുമ്പോഴാണെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഭയങ്കര അസർട്ടീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു മോഡിലാണ് എപ്പോഴും അദ്ദേഹം സംസാരിക്കുക. ഇന്ന് അങ്ങനെയല്ല. അതിൻ്റെ ശരീരഭാഷ അങ്ങനെയല്ല, അദ്ദേഹം സംസാരിക്കുന്ന രീതി അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വന്ന് സംസാരിക്കാം, പക്ഷേ ബഹളം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ സിനിമയിൽ ഇന്നസെൻ്റ് പറയുമ്പോൾ അവന്മാരോടൊന്ന് ചിരിക്കാതിരിക്കാൻ പറയാന്ന് പറയുന്നൊരു സീനുണ്ടല്ലോ, എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ അഴകിരാവണം. ഇപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ട്രാപ്പാണ് ആക്ച്വലി. അതായത് അമിത്ഷായെ സഭയിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ അമിത്ഷായുടെ പ്രസംഗം കേൾക്കാനല്ല എന്ന് രാഹുൽ ഗാന്ധി എന്ന് മറുപടി പറഞ്ഞല്ലോ. അമിത്ഷായുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ സഭയിൽ വരാൻ പറഞ്ഞു. 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഞങ്ങളുടെ മുമ്പിൽ. ഒന്ന്, വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഉത്തരവിട്ടത് ആരാണ്? ഉത്തരവിട്ട അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ രാജിവെക്കണം. ഇനി അമിത്ഷാ അല്ല അറിഞ്ഞതെങ്കിൽ അദ്ദേഹം ഇൻകമ്പിറ്റൻ്റ് ആണ്, എന്നാലും രാജിവെക്കണം. ഇതാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ സഭയിൽ ചർച്ച നടത്താമെന്ന അമിത്ഷായുടെ ഓഫർ പ്രതിപക്ഷം സ്വീകരിക്കുകയില്ല. കാരണം ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ലോക്സഭയിൽ അംഗസംഖ്യ കൂടുതൽ ബി ജെ പിക്കാണ്. അപ്പോൾ കൂടുതൽ സമയം ബി ജെ പി കൊടുക്കും. അത് ഇന്ന് വൈകിട്ട് 3 മണി വരെ, നാളെ വൈകിട്ട് 3 മണി വരെ ചർച്ച നടക്കാം, നാളെ ഞാൻ വന്ന് മറുപടി പറയാമെന്നാണ് അമിത്ഷാ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ജെ പി അംഗങ്ങൾ എന്തൊക്കെയോ പറയും, പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ കുറച്ച് സമയം കിട്ടും, അവസാനം അമിത്ഷാ വന്നിട്ട് ആരും ബഹളം ഉണ്ടാകാതെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും. അതല്ല വേണ്ടത്. അദ്ദേഹം എന്തായിരിക്കും പ്രസംഗിക്കുക, ഞാനല്ല ഒന്നും ചെയ്തിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടായാണ്, പോലീസുകാർക്കും പരിക്കേറ്റു, വിദ്യാർത്ഥികൾക്കിടയിൽ കലാപകാരികൾ നുഴഞ്ഞു കയറി, ദേശദ്രോഹികളുണ്ടായിരുന്നു, അവരെ ആക്രമിച്ച് പോലീസ് തിരിച്ച് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു, അതിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു പോകും. പക്ഷേ ഇവിടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതാണ് അക്കൗണ്ടബിലിറ്റിയാണ്. ഈ അക്കൗണ്ടബിലിറ്റി അമിത്ഷായുടെ ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അമിത്ഷായ്ക്ക് പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഒരു മടിയില്ല. അമിത്ഷായെ അലട്ടുന്ന പ്രശ്നം അതേ അല്ല. അമിത്ഷായെ അലട്ടുന്ന പ്രശ്നം പാർലമെൻറ്റിന് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. ഇന്ന് നമ്മൾ കണ്ടൊരു സീനുണ്ട് യു പിയിൽ ഹാമിർപൂറിൽ നിന്ന്. അവിടെ ജൻ ആൽഫ, അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂളിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. അവർ പറയുന്നത് എന്താണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് റോഡ് ടാർ ചെയ്തിട്ടില്ല എന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. ഇത് പറയുന്നത് ആരാ? ജൻ ആൽഫയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആ പ്രായത്തിൽ സ്വാതന്ത്ര്യം എന്താണെന്നോ സ്വാതന്ത്ര്യദിനം എന്താണെന്നോ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ റോഡ് ടാർ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുന്നില്ല. കുട്ടികൾ പറയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഞങ്ങൾ റോഡ് ടാർ ചെയ്തിട്ടില്ല, റോഡ് ടാർ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതായത് പുതിയ തലമുറ സർക്കാരിനെതിരെ തെരുവ് ഇറങ്ങി നിൽക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി ആ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ വിഷയം സംസാരിക്കുമ്പോൾ അമിത്ഷായുടെ ഓഫർ നിരസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അത് നിർത്തിയിട്ട് നിങ്ങൾ അവരോടിങ്ങനെ ഇടയ്ക്ക് കയറി ചോദിക്കാറുണ്ടോ? അപ്പോൾ തന്നോട് ചോദിച്ചത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അവർ വീണ്ടും എന്തോ പറയാൻ ശ്രമിക്കും. അല്ല അങ്ങ് പറഞ്ഞോളൂ. അല്ലല്ല, എനിക്ക് അറിയാനുള്ളത് നിങ്ങൾ അവരോട് ചോദിക്കാറുണ്ടോ? നിങ്ങൾ അവരുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് എലികളെ പോലെ ചുരുണ്ടോടുന്നത്? നിങ്ങൾ നോക്കൂ, പുതിയ തലമുറ അവരെ ഭയക്കുന്നില്ല, നിങ്ങളും ഭയക്കരുത് എന്ന് മാധ്യമങ്ങളെ ക്ലാസ് എടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു. ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നത് കേവലം ഏതെങ്കിലും രീതിയിൽ ഇലക്ഷനിൽ തോറ്റതുകൊണ്ട് പോലും അല്ല. വെസ്റ്റ് ബംഗാൾ ഇലക്ഷനിൽ വലിയ വിജയം BJP നേടിയ ഉടനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ സർക്കാരിനെതിരായി ചിന്തിക്കുന്നു, സർക്കാരിനെതിരെ തുറന്ന അഭിപ്രായം പറയാൻ മടി കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടൻറ്റുകൾ നീക്കം ചെയ്തിട്ടും എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ള വീഡിയോകളും അതെല്ലാം നീക്കം ചെയ്തിട്ടും ആളുകൾ ധൈര്യപൂർവ്വം അതേക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, രാജ്യത്തെ പല ഭാഗങ്ങളിലേക്ക് ഇത് വളരുന്നു. CJP എന്ന് പറയുന്ന ഓൺലൈൻ മൂവ്മെൻറ്റ് അവർ കുറേ കൂടി വലുതാവാൻ ശ്രമിക്കുന്നു. അവർ പുതിയ വിഷയങ്ങളെടുത്ത് ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്വാതന്ത്ര്യത്തെ, അതിനെ ഭരണകൂടം എങ്ങനെയാണ് അമർത്തി വെച്ചിരിക്കുന്നതെന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അപ്പോൾ ഈ ഡിസെൻറ്റ് വലുതാവുകയാണ്. ജനങ്ങളിൽ നിന്ന് ഭയം ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഭയം ഒഴിഞ്ഞു മാറുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കാരണം രാജ്യത്ത് ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ. കാരണം അമിത്ഷായെ പറ്റി സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ ചാണക്യൻ, രാഷ്ട്രീയ ചാണക്യൻ എന്ന് മാത്രമല്ല ഒരു റൂത്ത്ലെസ് റൂളർ എന്ന ഒരു ഇമേജ് കൂടിയാണ്. റൂത്ത്ലെസ് റൂളർ എന്ന് വെച്ചാൽ കയ്യിലുള്ള സകല കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടുന്ന, നിർദ്ദയം വേട്ടയാടുന്ന, ഒരു കരുണയും കാണിക്കാത്ത, ആരെയും ഏതറ്റം വരെയും പോയി തൂക്കുന്ന ഒരു റൂത്ത്ലെസ് റൂളറായിട്ടാണ് സംഘപരിവാർ അദ്ദേഹത്തെ ഇമേജ് ചെയ്തത്. ഇന്ന് ആ ഇമേജാണോ നമ്മൾ കണ്ടത്? ഇന്ന് കണ്ടത് വളരെ ദുർബലനായ, വളരെ വിനയത്തോടെ സംസാരിക്കുന്ന, ഞാൻ ഒന്ന് സംസാരിക്കുമ്പോൾ ഒച്ച വയ്ക്കാതിരിക്കാൻ അമ്മമാരോടൊന്ന് പറയാവോ എന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് കാണുന്നത്. അങ്ങനെയാക്കി മാറ്റിയതിന് പിന്നിൽ
ഈ രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ഈ രാഷ്ട്രീയ കാലാവസ്ഥയാണ് പ്രതിപക്ഷത്തിന് അത് കൊടുക്കുന്നൊരു ആത്മവിശ്വാസം. പ്രതിപക്ഷം ഇപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ ഇതിൽ നിന്നും വിടാൻ പോകുന്നില്ല. ഇനി ഒരു പ്രത്യേക സെഷൻ വിളിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ബില്ലുകളൊക്കെ പാസ്സാക്കാനുണ്ടല്ലോ. പ്രത്യേക സെഷൻ വിളിക്കുകയാണെങ്കിൽ അപ്പോഴും ചന്താച്ചോരി, അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള വീണ്ടും അവർ ഉന്നയിക്കും. അപ്പോൾ ഉന്നയിക്കാൻ പറ്റിയ വിഷയങ്ങളുണ്ട്. പ്രതിപക്ഷം ഡിഫൻസിലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്ലാതെ അമിത്ഷാ മറുപടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം.